എല്ലാവർക്കും നമസ്കാരം. വോയിസ് ഓവർ നോയ്സ് വിത്ത് ഇന്ദു എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് പേരെങ്കിലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ അൺഎക്സ്പെക്ടഡ് ടൈമിൽ ഇങ്ങനൊരു വീഡിയോ എന്ന്. അൺഎക്സ്പെക്ടഡ് ടൈം അല്ല, ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്ത ടൈം ഇങ്ങനെ നീണ്ടു പോയി എന്നുള്ളൂ. ഞാനൊരു ട്രയൽ പോലെയാണ് എൻ്റെ ആദ്യത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടത്. ഞാൻ വ്ളോഗ് അല്ല ശരിക്കും ഉദ്ദേശിക്കുന്നത്, വ്ളോഗുകളും വരാം എന്ന് മാത്രം. ഞാൻ ഏപ്രിൽ മെയ് മാസത്തിന് കോടതി വെക്കേഷനിലാണ് അമ്പലത്തിലെ ഉത്സവം നടന്നത്, കൂടൽമാണിക്യത്തിലെ. ആ ടൈമിലാണ് ഞാൻ ഡെയിലി വ്ളോഗ്സ് എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ ചെയ്തത്. പക്ഷെ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ രാത്രി ഒരു 12 മണി കഴിയും. അതിനുശേഷം പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി വളരെ എക്സോസ്റ്റിംഗ് ആയിരുന്നു. വല്ലാണ്ട് ഞാൻ ക്ഷീണിച്ചു പോയായിരുന്നു. കാരണം പിറ്റേ ദിവസം രാവിലെ എനിക്ക് വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞ് വൈകുന്നേരം അമ്പലത്തിൽ പോകണം, അത് കഴിഞ്ഞ് നൈറ്റ് അങ്ങനെ 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 വരുമ്പോൾ നമ്മൾ റിയൽ എക്സോസ്റ്റിംഗ് ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അൺഎക്സ്പെക്ടഡ് ടൈമിൽ വരാൻ കാരണം മറ്റൊന്നല്ല, ഇനിയും ഇത് വൈകിക്കുന്നത്ര ശരിയല്ല എന്ന് തോന്നി. കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് എൻ്റെതായ കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. ഈ പേരിട്ടതിന് പോലും കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. വോയിസ് ഓവർ നോയ്സ്. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഒരുപാട് പ്രൊഫൈലുകളുണ്ട്, ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. വ്ളോഗ് ചെയ്യുന്നവർ, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, ട്രാവൽ വ്ളോഗ്, അങ്ങനെ ഒരുപാട് എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ചിലതൊക്കെ നമുക്കൊരു നോയ്സ് ആണ്, നമുക്ക് ബഹളമായിട്ടാണ് ഫീൽ ചെയ്യുക. കാരണം ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കണ്ടന്റുകൾ, കാണിക്കേണ്ടത് ഏത് കാണിക്കേണ്ടാത്തത് ഏതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ആളുകൾ ഇതിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ആ വോയിസിന് ഓവറായിട്ടൊരു നോയ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ വ്യക്തിത്വം അല്ലെങ്കിൽ എൻ്റെതായ കുറച്ച് കാഴ്ചപ്പാടുകൾ കാണിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എൻ്റെ 1-2 ഫ്രണ്ട്സിനോട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്തത്. അപ്പൊ അതിൽ കുറച്ച് പേര് വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷെ എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളൂ. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരെ നമുക്കിങ്ങനെ സംസാരിക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം ഞാനതൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ് ആയാലോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു കേട്ടോ. യൂട്യൂബിൽ ഇട്ടില്ലെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഷോർട്ട് വീഡിയോസ് ആണല്ലോ. നമുക്ക് ജസ്റ്റ് ചെറുതായിട്ട് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് വീഡിയോസ് തന്നെ ഞാനത് ഒന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിനത്യാവശ്യം ഞാൻ പ്രതീക്ഷിക്കാത്ത പോലെ എനിക്ക് വ്യൂസ് കയറുന്നുണ്ട്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ നേരത്തെ മുമ്പ് ചെയ്ത വ്ളോഗ്സ് പോലെ തന്നെ ഒരു ട്രയൽ എന്ന രീതിയിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓൾറെഡി ഉള്ള വീഡിയോസ് തന്നെ ഞാൻ റീ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിട്ടത്. കാരണം അതൊരു ട്രയലാണ്. എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഒന്നും ഇതല്ല, പക്ഷെ എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നുണ്ട്, റീച്ച് കിട്ടുന്നുണ്ട് എന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അത് സക്സസ്ഫുൾ ആയി. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത പോലെ എനിക്ക് വ്യൂസ് കയറുന്നുണ്ട്, ഫോളോവേഴ്സ് കയറുന്നുണ്ട്. അതിനിടയ്ക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കുന്ന പലർക്കും അറിയില്ല. കാരണം അതിനിടയ്ക്ക് ഞാൻ കുറച്ച് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിരുന്നു. എൻ്റെ ട്രയലിലാണ് ഞാനത് ഇട്ടത്. ട്രയൽ റീൽസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലാണ് ഞാനത് ഇട്ടത്. ഈ അടുത്ത് ഒരു പിഞ്ചു കുഞ്ഞിനെ 2 കൈയും തല്ലിയൊടിച്ചും സ്റ്റെപ്പ് ഫാദർ കൊന്നൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. ആ കേസിന് തെളിവെടുപ്പിന് വേണ്ടി ആ കുറ്റവാളിയെ കൊണ്ടുവന്നപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് അയാളെ തല്ലുന്നതും, പോലീസുകാർക്ക് ഒന്ന് വിട്ടുകൊടുക്കായിരുന്നില്ലേ, പോലീസുകാരൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ അവനുള്ള ശിക്ഷ നാട്ടുകാർ തന്നെ കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റീൽസും ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ വന്നിരുന്നു. ആക്ച്വലി അതൊക്കെ ശരിയാണ്. നമ്മൾക്ക് ആർക്കും ഇപ്പം നമ്മുടെ കൺമുന്നിൽ അങ്ങനെ ഒരു ക്രൂരത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഒരു ലീഗൽ സൈഡ് നോക്കുമ്പോൾ എന്തുകൊണ്ട് പോലീസുകാരങ്ങനെ വിട്ടുകൊടുത്തില്ല, പോലീസുകാരെന്താണ് അവനെ നാട്ടുകാർക്ക് കൊടുക്കാനേ, അല്ലെങ്കിൽ ഈ ഭക്ഷണം കൊടുത്ത് ജയിലിൽ കൊണ്ടുപോയി മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി കൊടുത്ത് വളർത്താനല്ലേ എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ വന്നതിനെതിരെ എന്ന് പറയണേക്കാളും നല്ലത് അതിന്റെ ഒരു ലീഗൽ സൈഡ് പറഞ്ഞുകൊണ്ട്, ഒരു ലീഗൽ ആസ്പെക്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. വിചാരിച്ച പോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് എനിക്കതിന് കിട്ടി. നെഗറ്റീവ് കമന്റ്സ് 2 തരത്തിലുണ്ടായിരുന്നു. ഒന്ന്, രോക്ഷം കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാർ, നീ ഏതടി, നീ മറ്റേതടി, മറിച്ചതടി എന്ന് പറഞ്ഞ് തെറി വിളിച്ച ആൾക്കാര്. അത് ഞാൻ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം തെറി വിളിക്കാൻ ഭാഗത്തിന് ഞാൻ ആ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഒരു കൂട്ടരെന്ന് പറയുന്നത്, അവർക്ക് ദേഷ്യമുണ്ട്, അത് എന്നോടല്ല ഈ സിസ്റ്റത്തിനോടാണ്. അത്തരം കമന്റ്സ്, അത്തരം ക്രിറ്റിസിസം ആണ് ഞാൻ വെൽക്കം ചെയ്യുന്നത്. കാരണം എല്ലാ ഒപ്പീനിയനും നമുക്ക് കേൾക്കാം, എന്നാലും അത് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവരുണ്ട്. വീഡിയോന്റെ ഉള്ളടക്കം ഇത്രയായിരുന്നു. പോലീസുകാർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള യാതൊരുവിധ അധികാരവുമില്ല. ലീഗൽ സിസ്റ്റം അങ്ങനെയാണ്. കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താം, കോടതിക്ക് വേണ്ട എവിഡൻസ് കളക്ട് ചെയ്ത് കൊടുക്കുക, ഇത്ര മാത്രമാണ് പോലീസുകാരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്.
ഇവിടെ ഈ കേസിൽ അയാൾ അക്യൂസ്ഡ് മാത്രമാണ്. അക്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റാരോപിതനാണ്, കുറ്റം ആരോപിക്കപ്പെട്ട ആളെന്നാണ്. ഞാനിത് അവിടെ പറഞ്ഞപ്പോൾ, ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ, നിനക്ക് എങ്ങനെയാണ് അയാൾ കുറ്റവാളി അല്ല എന്ന് പറയാൻ തോന്നി? നിന്റെ കൊച്ചിനാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയോ? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഒരാളൊരു കുറ്റം ചെയ്ത ഒരാള് കുറ്റവാളി ആണോ കുറ്റവാളി അല്ല, ഐ മീൻ ക്രിമിനൽ എന്നത് മാറ്റി നിർത്തി ഇയാൾ ഈ ഒഫൻസ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്, പോലീസുകാരല്ല, നാട്ടുകാരല്ല. ഈ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ. ഞാൻ അവിടെ ഈ പറയുന്ന അക്യൂസ്ഡിനെ സപ്പോർട്ട് ചെയ്തിട്ടോ നാട്ടുകാരെ ഡിഫെൻഡ് ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് അങ്ങനെയാണ്. ഞാനതിന് ദോഷം കൊണ്ടിട്ടും കാര്യമില്ല. എന്റെ വീഡിയോക്ക് തെറി വിളിച്ചു, എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി, ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ആ വീഡിയോസ് ചെയ്തത്. ഇത്തരം ഓപ്പൺ ഡിസ്കഷൻസ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. എനിക്ക് എന്റേതായ കുറച്ച് കാഴ്ചപ്പാടും ചിന്താഗതികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും വ്യക്തമായ ധാരണയുള്ളവരും അതിന് വ്യക്തമായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉള്ള ആളുകളുമാണ്. പക്ഷെ ഇതെവിടെ പറയണം, എങ്ങനെ പറയണം, എവിടെ ഡിസ്കസ് ചെയ്യണം എന്നറിയാത്ത ആൾക്കാർ ഇത് ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാനും കേൾക്കാനും, നമുക്ക് ഇത് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കണേന്ന് അതിൻ്റെതായ രീതിക്ക് ലിസൺ ചെയ്യുന്ന ആളുകൾ വേണ്ടേ? അങ്ങനെയുള്ള ഫ്രണ്ട്സുകൾ ഇല്ലാത്ത ആൾക്കാർ, ഇതൊക്കെയാണ് നമ്മളെ പോലുള്ള കുറച്ച് പേരുടെ പ്രശ്നം. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതേ മെന്റാലിറ്റി ഉള്ള കുറച്ച് പേരുണ്ട്. അപ്പൊ അവരൊക്കെ വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാം. വേറെയും കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വ്യക്തമായെന്ന് തോന്നും എന്ന് കരുതിട്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബുദ്ധിജീവികൾക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു ചാനൽ എന്നൊന്നുമില്ല. ഞാനിപ്പോ ഈ സംസാരിക്കുന്നത് കുറച്ച് പ്രൊഫഷണൽ ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. ഒട്ടുമല്ല, ഞാൻ ഒട്ടും ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പ്രൊഫഷണലാണ്. കാരണം ഇത് എൻ്റെ ഓഫീസാണ്. ഇതിന് പുറത്ത് ഞാൻ വേറൊരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. അത്യാവശ്യം നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാം. നമുക്ക് എന്റർടൈൻമെന്റ് പർപ്പസിന് അതിൻ്റെതായ എന്റർടൈൻമെന്റ് ഉണ്ടാവും. വ്ളോഗ്സ് ഒക്കെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇതൊരു റോ വീഡിയോ ആണ്. ഇതിന് എഡിറ്റിംഗ് അധികം കുറവായിരിക്കും. ഒന്നാമത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമില്ല. രണ്ടാമത്തെ കാര്യം, ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അപ്പം നമുക്ക് ഇനിയും കാണാം. ഹോപ്പ് യു ഓൾ ഡൂയിങ് ഗുഡ്. നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ടും ഞാൻ കുറച്ച് ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ലീഗൽ ആയിട്ടുള്ള ലോ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാവും കേട്ടോ. കാരണം എനിക്കതൊരു റിവിഷൻ പോലെയാണ്. എൻ്റെ അറിവ് ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാനത് റിവിഷനായിട്ടും കൂടിയാണ് കാണുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കിനി കാണാം. ഓക്കെ, ബൈ.